കിഴക്കേക്കോട്ടയിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഒരു കൂറ്റിന് ആൽമരം നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ആൽമരം മുറിക്കാതെ നമുക്ക് വെള്ളം പോവില്ല. അപ്പൊ അതിനടിയിലൊക്കെ കുറെ നാഗവിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കുറെ ആൾക്കാർ പറഞ്ഞു തൊടാൻ പറ്റില്ല, ഇത് പരിശുദ്ധമാണ്, അതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ നമുക്ക് പൂജാരിയെ വിളിക്കാം. കാരണം എന്റെ പോലീസുകാരനെ അയച്ചിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മെയിൻ പൂജാരി പ്രീസ്റ്റിനെ വിളിച്ചു. അദ്ദേഹത്തോട് ഞാൻ അത്രയും ആൾക്കാർ കൂടുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ആൽമരം ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ, ഈ വിഗ്രഹങ്ങൾ, നാഗവിഗ്രഹങ്ങൾ, അതിനകത്ത് എന്തെങ്കിലും സാങ്ക്ടിറ്റി ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിന് ഒരു സാങ്ക്ടിറ്റിയും ഇല്ല. ഇത് പണ്ട് ഇവിടെ ജോലി ചെയ്ത ആൾക്കാർ അവരുടെ സ്വന്തം വിഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് അവരുടെ അവരുടെ വീട്ടിൽ പോയി. അന്നേരം അത് അവിടെ അങ്ങനെ കിടന്നു കൊണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ആൽമരം ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തടസ്സം ഉണ്ടാകുന്നത് അത് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാറേ വെള്ളം പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ആൽമരം അല്ല. അതുകൊണ്ട് ആൽമരം ഇവിടെ നിന്ന് വെട്ടിക്കളയണം. അതുകൊണ്ട് ഒന്നും ഒരു ഞാൻ പറഞ്ഞു, നോക്കൂ അവിടെ അമ്പലത്തിലെ പൂജാരി പോലും ഇത് പറയുന്നു, ഇനി നിങ്ങൾക്ക് എന്താ തടസ്സം? അപ്പൊ ഞാൻ കളക്ടറോട് പറഞ്ഞു, നാളെ 4 മണിക്ക് മുമ്പ് മരം അവിടെ വെട്ടി മാറ്റിയിരിക്കണം എന്ന് പറഞ്ഞു. എന്താണ് ഈ പ്രതിഷേധത്തിന്റെ കാരണം? മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഈ മന്ത്രിമാരായിട്ടുള്ള ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ ഇവിടേക്ക് വന്നു. അതിന് മുന്നിൽ കയറി നിന്നാണ് വീട്ടമ്മയുടെ പ്രതിഷേധം. ഇപ്പൊ വീട്ടമ്മനെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വനിതാ പോലീസുകാരെ അടക്കം ഇവിടേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. വീട്ടമ്മ പറയുന്ന ആര് വന്നാലും ഇവിടെ നിന്ന് പിന്മാറില്ല. തന്റെ വീടിന് സമീപത്തുള്ള ശൗചാലയത്തിന് മുകളിലേക്ക് ഒരു പ്ലാവ് നിൽപ്പുണ്ട്. അതിൽ നിന്ന് തുടർച്ചയായിട്ടുള്ള ചക്കയൊക്കെ വീണ് അത് നാശമാകുന്നു. അത് വെട്ടി നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പലകുറി ആവശ്യപ്പെടുമ്പോഴും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടൊരു നടപടി ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടമ്മയുടെ പ്രതിഷേധം.